السلام عليكم ورحمة الله وبركاته. الحمد لله وكفى والسلام على من لا نبي الذين اصطفى أما بعد. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الناس اعبدوا ربكم الذي خلقكم والذين من قبلكم لعلكم تتقون الذي جعل لكم الأرض فراشا والسماء بناء وأنزل من السماء ماء فأخرج به من الثمرات رزقا لكم فلا تجعلوا لله أندادا وأنتم تعلمون. بسم الله الرحمن الرحيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറെ പ്രിയം നിറഞ്ഞ മാന്യ ശ്രോതാക്കളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, സത്യാന്വേഷികളെ, ഇതര മതവിശ്വാസികളെ, നമ്മളെയെല്ലാം സൃഷ്ടിച്ച് പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന സർവ്വലോക നിയന്താവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സമാധാനമുണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി കൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. വളരെ കാലിക പ്രസക്തമായി നമ്മളെല്ലാം ചർച്ച ചെയ്യേണ്ടതും അറിഞ്ഞിരിക്കേണ്ടതുമായ ഒരു വിഷയത്തെ അധികരിച്ചുകൊണ്ട് സംസാരിക്കുകയാണ് ഇതിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. വിഷയം ദൈവസങ്കല്പം ഹിന്ദുമതത്തിലും ഇസ്ലാമിലും. വിഷയത്തിന്റെ മർമ്മപ്രസക്തമായ ഭാഗത്തേക്ക് കടന്നു ചെല്ലുന്നതിന് മുമ്പ് ഹിന്ദു മതം, ഇസ്ലാം മതം എന്നീ രണ്ട് പ്രയോഗങ്ങൾ കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രചാരം നേടിക്കൊണ്ടിരിക്കുന്ന രണ്ട് പ്രസിദ്ധമായ മതങ്ങൾ തന്നെയാണ് യഥാർത്ഥത്തിൽ ഹിന്ദു മതവും ഇസ്ലാം മതവും. ഹിന്ദു എന്ന പദത്തിന്റെ ഉൽപ്പത്തി എന്താണ്? ഇസ്ലാം എന്ന പദം എങ്ങനെയാണ് കടന്നു വന്നത്? ആമുഖമെന്നോണം സംക്ഷിപ്തമായ രൂപത്തിലെങ്കിലും നമ്മൾ അതിനെക്കുറിച്ചൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഹിന്ദു എന്ന പദത്തിന്റെ ഉൽപ്പത്തിയെക്കുറിച്ച് പണ്ഡിതന്മാർക്കിടയിൽ വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിലും വളരെ പ്രാമാണികവും ആധികാരികവും ചരിത്രപരമായ രേഖകളുടെ സർവ പിന്തുണയുമുള്ള അഭിപ്രായം എന്ന് പറയുന്നത് സിന്ധു എന്ന പദത്തിന്റെ രൂപാന്തര സംജ്ഞയാണ് യഥാർത്ഥത്തിൽ ഹിന്ദു എന്നതാണ്. പ്രഗത്ഭനായ ഹൈന്ദവ പണ്ഡിതൻ സ്വാമി വിവേകാനന്ദൻ അദ്ദേഹത്തിന്റെ വിവേകാനന്ദ സാഹിത്യ സർവസത്തിലെ 3-ാം വാള്യം 228-ാമത്തെ പേജിലൂടെ പറയുന്നുണ്ട്, സിന്ധു നദീതടത്തിനരികിൽ താമസിച്ചിരുന്ന ഒരു വിഭാഗം ആളുകൾ കാലക്രമേണ സിന്ധുക്കാരെന്നും സൈന്ധവരെന്നും ചരിത്രത്തിൽ അറിയപ്പെട്ടു. പിന്നീട് ഇന്ത്യയിലേക്ക് കടന്നു വന്ന വിദേശികളായ പേർഷ്യക്കാർ അവരെ സിന്ധുക്കാരെന്നും സൈന്ധവരെന്നും അഭിസംബോധനം ചെയ്യാൻ ശ്രമിച്ചു. എന്നാൽ പേർഷ്യൻ ഭാഷയിൽ സാകാരത്തിന് പകരം ഹാകാരമാണ് ഉപയോഗിക്കുക. അതുകൊണ്ട് അവർ സിന്ധുക്കാരെന്ന് പറഞ്ഞപ്പോൾ അത് ഹിന്ദുക്കാരായി, സൈന്ധവരെന്ന പ്രയോഗം ഹൈന്ദവരായി മാറി. അങ്ങനെയാണ് സിന്ധു ഹിന്ദുവായതും സൈന്ധവർ ഹൈന്ദവരായതും. ചുരുക്കി പറഞ്ഞാൽ ഭൂമിശാസ്ത്രപരമായ ഒരു മാനം മാത്രമാണ് യഥാർത്ഥത്തിൽ ഹിന്ദു എന്ന പദത്തിനുള്ളത്. അല്ലാതെ ദാർശനികമായ ഒരു അർത്ഥം ഹിന്ദു എന്ന പദത്തിനില്ല എന്ന് ചരിത്രപരമായ രേഖകൾ സർവ്വതും പരിശോധിച്ചാൽ, മുഴുവൻ പരിശോധിച്ചാൽ നമുക്ക് ബോധ്യമാകും. ഹൈന്ദവ മതത്തിന്റെ അടിസ്ഥാന പ്രമാണങ്ങളിൽ എവിടെയും തന്നെ ഹിന്ദു എന്ന പദപ്രയോഗം പ്രയോഗിക്കപ്പെട്ടതായിട്ട് പോലും നമുക്ക് കാണാൻ കഴിയില്ല. മറിച്ച് ഋഗ്വേദത്തിൽ പോലും സപ്ത സിന്ധു എന്ന പ്രയോഗമാണ് നമുക്ക് കാണാൻ കഴിയുക. എന്നാൽ ഇസ്ലാം എന്ന പ്രയോഗം സഹോദരങ്ങളെ ഇതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ്. സലാം, സിൽമി എന്നീ അറബി പദങ്ങളിൽ നിന്നാണ് ഇസ്ലാം നിഷ്പന്നമായത്. സമാധാനം, സമർപ്പണം എന്നൊക്കെയാണ് ഈ പദത്തിന്റെ അർത്ഥം. ഒരാൾ തന്റെ ജീവിതത്തെ പരിപൂർണമായി കൊണ്ടും ലോകരക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് സമർപ്പിക്കുന്നത് വഴി അയാൾക്ക് ലഭ്യമാകുന്ന സമാധാനത്തെയാണ് ഇസ്ലാം എന്ന് വിളിക്കുന്നത്. ആരാണോ അങ്ങനെ തന്റെ ജീവിതത്തെ പരിപൂർണമായും അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് സമർപ്പിച്ച് സമാധാനം കൈവരിക്കുന്നത് അവനാണ് യഥാർത്ഥ മുസ്ലിം. ചുരുക്കി പറഞ്ഞാൽ ഒരാളെ മുസ്ലിമാണോ അമുസ്ലിമാണോ എന്ന് വേർതിരിക്കുന്നത് അയാളുടെ പേര് കൊണ്ടോ അയാളുടെ ദേശം കൊണ്ടോ അല്ല, മറിച്ച് അയാളുടെ വിശ്വാസം കൊണ്ടും ആ വിശ്വാസത്തിൽ അധിഷ്ഠിതമായ പ്രവർത്തനങ്ങളെ കൊണ്ടുമാണ്.
ഇസ്ലാം എന്ന പദപ്രയോഗവും മുസ്ലിം എന്ന പദപ്രയോഗവും വിശുദ്ധ ഖുർആനിലും സ്വഹീഹായ ഹദീസുകളിലും ഒരുപാട് ഭാഗങ്ങളിൽ പ്രയോഗിക്കപ്പെട്ടതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഒരു മതത്തെക്കുറിച്ച് നമ്മൾ അറിയേണ്ടതും പഠിക്കേണ്ടതും ആ മതത്തിന്റെ അടിസ്ഥാന പ്രമാണങ്ങൾ വായിച്ചുകൊണ്ടായിരിക്കണം. ഹിന്ദുമതത്തിന്റെ അടിസ്ഥാന വിഷയങ്ങളെ കുറിച്ച്, ഹിന്ദുമതത്തിന്റെ യഥാർത്ഥ ദൈവവിശ്വാസത്തെക്കുറിച്ച്, ഹൈന്ദവ മതം മുന്നോട്ട് വെക്കുന്ന എല്ലാവിധ വിശ്വാസങ്ങളെ കുറിച്ചും നമ്മൾ അറിയേണ്ടതും പഠിക്കേണ്ടതും ഒരിക്കലും തന്നെ ഹിന്ദുമതത്തിന്റെ ഏതെങ്കിലും രൂപത്തിലുള്ള പണ്ഡിതന്മാരെ നോക്കിക്കൊണ്ടോ അല്ലെങ്കിൽ ആ മതത്തിന്റെ ചുക്കാൻ പിടിക്കുന്നവരെന്ന് അവകാശപ്പെടുന്ന ഏതെങ്കിലും പുരോഹിതന്മാരെ നോക്കിക്കൊണ്ടോ അല്ല. ഇസ്ലാം എന്ന മതത്തിന്റെ അടിസ്ഥാന വിഷയങ്ങളെ കുറിച്ച്, ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന അടിസ്ഥാനപരമായ കാര്യങ്ങളെക്കുറിച്ച് അറിയേണ്ടതും പഠിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും ഏതെങ്കിലും മുസ്ലിം നാമധാരികളെ നോക്കിക്കൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇസ്ലാമിക പണ്ഡിതന്മാരെ നോക്കിക്കൊണ്ടോ അല്ല. മറിച്ച് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന അതിന്റെ അടിസ്ഥാന പ്രമാണങ്ങൾ വായിച്ചുകൊണ്ടായിരിക്കണം. ഹിന്ദുമതത്തെ കുറിച്ച് നമ്മൾ പഠിക്കേണ്ടതും ഇസ്ലാമിനെ കുറിച്ച് പഠിക്കേണ്ടതും അതിന്റെ അടിസ്ഥാന പ്രമാണങ്ങൾ വായിച്ചുകൊണ്ടായിരിക്കണമെന്ന് ചുരുക്കം. ഇവിടെ ദൈവസങ്കല്പം ഹിന്ദുമതത്തിലും ഇസ്ലാമിലും എന്ന വിഷയത്തെ നമ്മൾ ചർച്ചക്കെടുക്കുമ്പോൾ ദൈവവിശ്വാസവുമായി ബന്ധപ്പെട്ട് ഈ രണ്ട് മതത്തിന്റെയും അടിസ്ഥാന പ്രമാണങ്ങൾക്ക് എന്ത് വിഷയങ്ങളാണ്, എന്ത് കാര്യങ്ങളാണ് പറയാനുള്ളത് എന്നാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. അല്ലെങ്കിൽ അതല്ലാതെ ഈ രണ്ട് മതത്തിന്റെയും പുരോഹിതന്മാരെന്തു പറയുന്നു, അല്ലെങ്കിൽ ഈ രണ്ട് മതത്തിന്റെയും പണ്ഡിതന്മാരെന്തു പറയുന്നു എന്നല്ല, മറിച്ച് ആ മതത്തിന്റെ അടിസ്ഥാന പ്രമാണങ്ങൾ എന്താണ് ആ വിഷയ സംബന്ധമായി പറയുന്നത് എന്നാണ്. അതുകൊണ്ട് തന്നെ വിഷയത്തിന്റെ ചില പ്രസക്തമായ ഭാഗങ്ങളിലേക്ക് കടന്നു ചെല്ലുന്നതിന് മുമ്പ് രണ്ട് മതത്തിന്റെയും അടിസ്ഥാന പ്രമാണങ്ങളെ കുറിച്ച് ചെറിയ രൂപത്തിൽ നമ്മളൊന്ന് മനസ്സിലാക്കണം. ഹിന്ദുമതത്തിന്റെ അടിസ്ഥാന പ്രമാണങ്ങളെ പണ്ഡിതന്മാർ രണ്ടായിട്ടാണ് വേർതിരിച്ചിട്ടുള്ളത്. ഒന്ന് ശ്രുതികളും മറ്റൊന്ന് സ്മൃതികളും. ശ്രുതി എന്ന സംസ്കൃത പദത്തിന്റെ അർത്ഥം ശ്രവിക്കപ്പെട്ടത് എന്നാണ്. ഋഷിമാർ അവരുടെ ആത്മീയമായ ചിന്തയിൽ മുഴുകിയ സമയത്ത് അവർക്കുണ്ടായ ദൈവദത്തമായ ഉൾവിളികളാണ് യഥാർത്ഥത്തിൽ ശ്രുതി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. മറ്റൊന്ന് സ്മൃതിയാണ്. സ്മൃതി എന്ന സംസ്കൃത പദത്തിന്റെ അർത്ഥം ഓർമ്മ എന്നാണ്. ഋഷിമാർ അവരുടെ ഓർമ്മയിൽ നിന്ന് എടുത്തെഴുതിയ ഗ്രന്ഥങ്ങളാണ് യഥാർത്ഥത്തിൽ സ്മൃതികൾ. ശ്രുതികളുടെ കൂട്ടത്തിൽ ഹൈന്ദവ പണ്ഡിതന്മാർ എണ്ണി പറഞ്ഞത് ഒന്ന് ചതുർവേദ സംഹിതകളാണ്. ഋഗ്വേദ, യജുർവേദ, സാമവേദ, അഥർവവേദാദികൾ, 4 വേദങ്ങൾ. അതുപോലെ തന്നെ അതിനെ തുടർന്ന് വരുന്ന 108 സുപ്രധാനമായ ഉപനിഷത്തുക്കൾ, ആരണ്യകങ്ങൾ, ബ്രാഹ്മണങ്ങൾ, വേദാംഗങ്ങൾ, ഇവയാണ് ശ്രുതികൾ. മറ്റൊന്നാണ് സ്മൃതികൾ എന്ന് പറയുന്നത്. സ്മൃതികളുടെ കൂട്ടത്തിൽ പണ്ഡിതന്മാർ എണ്ണി പറഞ്ഞത് ഒന്ന് ധർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളാണ്, 2 ഇതിഹാസങ്ങളാണ്, അഥവാ രാമായണവും മഹാഭാരതവും. പിന്നെയുള്ളത് ശ്രീമദ് ഭഗവത്ഗീതയാണ്. അതുപോലെ തന്നെ അഷ്ടാദശ പുരാണങ്ങളാണ്. ഇവയാണ് സ്മൃതികൾ. ഇതാണ് ഹിന്ദുമതത്തിന്റെ അടിസ്ഥാന പ്രമാണങ്ങളെ കുറിച്ച് ലഘുവായ രൂപത്തിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഇസ്ലാമിന്റെ അടിസ്ഥാന പ്രമാണം എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആനാണ്. ഒന്നാമത്തത് അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ പ്രപഞ്ചത്തിന്റെ നാഥനായ അല്ലാഹു സുബ്ഹാനഹു വ തആല ജിബ്രീൽ എന്ന മലക്ക് മുഖേന, ഗബ്രിയേൽ എന്ന മാലാഖ മുഖേന 23 വർഷത്തെ കാലഘട്ടം കൊണ്ട് ഘട്ടം ഘട്ടമായി അവതരിപ്പിച്ചു കൊടുത്ത ദൈവികമായ ഉത്ബോധനങ്ങളുടെ സമാഹാരമാണ് വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത്. അതിന്റെ വിശദീകരണമാണ് ഇസ്ലാമിന്റെ രണ്ടാമത്തെ പ്രമാണം ഹദീസ്, സുന്നത്ത് എന്ന് പറയുന്നത്. അപ്പൊ രണ്ട് മതത്തിന്റെയും അടിസ്ഥാന പ്രമാണങ്ങളെ കുറിച്ച് ചെറിയ രൂപത്തിൽ നമ്മളൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി ദൈവസങ്കല്പത്തെക്കുറിച്ച്, ദൈവവിശ്വാസത്തെക്കുറിച്ച്, ഈ രണ്ട് മതത്തിന്റെയും അടിസ്ഥാന പ്രമാണങ്ങൾക്ക് എന്ത് ആശയങ്ങളാണ് മുന്നോട്ട് വെക്കാനുള്ളത് എന്നാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. ലോകത്ത് ചില ആളുകളെങ്കിലും ഇന്നും മലമുറയിട്ടുകൊണ്ട് വിളിച്ചു പറയുന്ന ഒരു കാര്യമാണ് ഈ പ്രപഞ്ചത്തിനൊരു നാഥനില്ല എന്ന്. മനുഷ്യൻ എത്ര തന്നെ കണ്ണടച്ചിരുട്ടാക്കാൻ നോക്കിയാലും, അവൻ എത്ര തന്നെ തൊണ്ട കീറിക്കൊണ്ട് അലമുറയിട്ടുകൊണ്ട് കൊലവിളികൾ നടത്തിയാലും, ഈ പ്രപഞ്ചത്തിനൊരു നാഥനില്ല എന്നും ഈ പ്രപഞ്ചത്തിനൊരു ദൈവമില്ല എന്നും അവൻ എത്ര തന്നെ കിണഞ്ഞ് പരിശ്രമിച്ച് പറയാൻ ശ്രമിച്ചാലും പ്രപഞ്ചത്തിന്റെ നാഥന്റെ അസ്തിത്വത്തെ നിഷേധിക്കാൻ അവന് സാധ്യമല്ല. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ യൂറോപ്പിന്റെ തെരുവ് വീതികളിലൂടെ ചില താത്വികാചാര്യന്മാർ നടത്തിയിരുന്ന കൊലവിളി എന്താണെന്ന് നമുക്കറിയാമോ? അവർ പറഞ്ഞു, ദ ഗോഡ് ഈസ് ഡെഡ്, ദൈവം മരിച്ചിരിക്കുന്നു.
ദൈവത്തെ ഞങ്ങൾ കൊന്നിരിക്കുന്നു. അതുകൊണ്ട് യുവാക്കളെ, ചോരത്തിളപ്പുള്ള രക്തത്തിളപ്പുള്ള യുവാക്കളെ, നിങ്ങൾ ആനന്ദിച്ചു കൊള്ളുക, അടിച്ചു പൊളിച്ചു കൊള്ളുക. നിങ്ങളെ കാണാൻ ഒരു ദൈവമില്ല, ഇനി നിങ്ങളെ കേൾക്കാൻ ഒരു ദൈവമില്ല. മരണാനന്തരം വിചാരണയ്ക്ക് വേണ്ടി നിങ്ങൾക്കൊരു ലോകമില്ല. ജീവിതത്തെ ഇച്ഛിക്കും വിധം നിങ്ങൾക്ക് കൊണ്ടു നടക്കാം. ഈ രൂപത്തിൽ കാര്യങ്ങളെ മുന്നോട്ട് വെച്ച ആശയക്കാരനായിരുന്നു ആൾഡസ് ഹെക്സലിയെ പോലെയുള്ള ആളുകൾ. പക്ഷേ മനുഷ്യരെത്ര തന്നെ കണ്ണടച്ചിരുട്ടാക്കി ദൈവമില്ല എന്ന് പറയാൻ ശ്രമിച്ചാലും ഈ പ്രപഞ്ചത്തിനൊരു നാഥനുണ്ടെന്ന പരമമായ സത്യം മനുഷ്യന്റെ മസ്തിഷ്കത്തെ തട്ടി ഉണർത്തിക്കൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ ചോദിച്ചത്, അഫലാ യൻദുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത് വഇലസ് സമാഇ കൈഫ റുഫിഅത് വഇലൽ ജിബാലി കൈഫ നുസിബത് വഇലൽ അർളി കൈഫ സുതിഹത്. ഖുർആനിന്റെ 88-ാം അധ്യായം സൂറത്തുൽ ഗാശിയ 17 മുതൽ 20 വരെയുള്ള വചനങ്ങളാണ്. അവർ ഒട്ടകത്തിന്റെ നേർക്ക് നോക്കുന്നില്ലേ, അതെങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്ന്. വഇലസ് സമാഇ കൈഫ റുഫിഅത്, അവർ ആകാശത്തിന്റെ നേർക്ക് നോക്കുന്നില്ല, അതെങ്ങനെയാണ് ഉയർത്തപ്പെട്ടത് എന്ന്. വഇലൽ ജിബാലി കൈഫ നുസിബത്, അവൻ പർവ്വതത്തിന്റെ നേർക്ക് നോക്കുന്നില്ല, അതെങ്ങനെയാണ് ഭൂമിയിൽ നാട്ടി നിർത്തപ്പെട്ടത് എന്ന്. വഇലൽ അർളി കൈഫ സുതിഹത്, അവൻ ഭൂമിയിലേക്ക് നോക്കുന്നില്ലേ, അതെങ്ങനെയാണ് അവന് വേണ്ടി വിധാനിക്കപ്പെട്ടത് എന്ന്. ഒട്ടകത്തെക്കുറിച്ച് പഠനം നടത്തിയാൽ, ആകാശത്തെക്കുറിച്ച് പഠനം നടത്തിയാൽ, ഭൂഗർഭശാസ്ത്രത്തെക്കുറിച്ച് പഠനം നടത്തിയാൽ, അനിമൽ അനാട്ടമിയെ കുറിച്ച് പഠനം നടത്തിയാൽ, ഭൂമിശാസ്ത്രത്തെക്കുറിച്ച് പഠനം നടത്തിയാൽ, ഇതിന് പിന്നിലെല്ലാം പ്രവർത്തിച്ച അതീവ ബുദ്ധിമാനായ ഒരു സ്രഷ്ടാവിന്റെ കരവിരുതുകളുടെ സാന്നിധ്യം മനുഷ്യന് ബോധ്യമാകുമെന്നാണ് വിശുദ്ധ ഖുർആൻ അടിവരയിട്ട് കൊണ്ട് പഠിപ്പിക്കുന്നത്. 500 കിലോഗ്രാം വരെ ഭാരം ചുമന്നുകൊണ്ട് മണിക്കൂറിൽ 13 മുതൽ 16 വരെ കിലോമീറ്റർ വേഗതയിൽ ഒട്ടകങ്ങൾക്ക് സഞ്ചരിക്കാൻ കഴിയുന്നു. 1.5 കിലോമീറ്റർ അപ്പുറത്തുള്ള വെള്ളത്തിന്റെ സാന്നിധ്യം വരെ മണത്തറിയാനുള്ള കഴിവ് ഒട്ടകങ്ങൾക്ക് നൽകപ്പെട്ടെങ്കിൽ അതിന്റെ ചുറ്റുപാടിന് അനുയോജ്യമായ രൂപത്തിൽ അതിനെ സംവിധാനിച്ചത് ആരാണ്? മരുഭൂമിയിൽ പെട്ടെന്നൊരു സമയത്ത് കൊടുങ്കാറ്റടിച്ചപ്പോൾ മണലുകളെല്ലാം കൂടിച്ചേർന്ന് മണൽ തരികളെല്ലാം സംഗമിച്ച് ഉടലെടുത്ത ഒരു സ്പീഷീസ് അല്ലല്ലോ യഥാർത്ഥത്തിൽ ഒട്ടകം എന്ന് പറയുന്നത്. ആരാണ് അതിന്റെ ആവാസ വ്യവസ്ഥക്ക് അനുയോജ്യമായ രൂപത്തിൽ അതിനെ സംവിധാനിച്ചത്? അതിനു മുന്നിൽ ഒരു നാഥനുണ്ട്, ദൈവമുണ്ട്. അതുപോലെ തന്നെ ആകാശത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ, അതിനെക്കുറിച്ച് പഠനം നടത്തിയാൽ അതിനു പിന്നിലുള്ള സ്രഷ്ടാവിനെ നമുക്ക് ബോധ്യമാകും. പർവ്വതത്തെക്കുറിച്ചും ഭൂമിയെക്കുറിച്ചും ഭൂഗർഭശാസ്ത്രത്തെക്കുറിച്ചും പഠിച്ചാൽ അതിനു പിന്നിലുള്ള സ്രഷ്ടാവിന്റെ കരവിരുതുകളെ നമുക്ക് ബോധ്യമാകും. അതുകൊണ്ട് തന്നെ മനുഷ്യർ എത്ര തന്നെ കണ്ണടച്ചിരുട്ടാക്കി അലമുറയിട്ട് അവൻ കൊലവിളി നടത്തിയാലും വേദഗ്രന്ഥങ്ങളെല്ലാം മുന്നോട്ട് വെക്കുന്നു പ്രപഞ്ചത്തിനൊരു നാഥനുണ്ട് എന്ന്. ഹിന്ദുമതത്തിന്റെ അടിസ്ഥാന പ്രമാണങ്ങൾ പരിശോധിച്ചാലും പ്രപഞ്ചത്തിന്റെ പിന്നിലുള്ള പരബ്രഹ്മത്തിന്റെ സാന്നിധ്യം തേടുന്നതായിട്ടുള്ള വചനങ്ങൾ നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്. ശ്വേതശതരോപനിഷത്തിന്റെ 1-ാം അധ്യായത്തിന്റെ 1-ാമത്തെ ശ്ലോകം ആരംഭിക്കുന്നത് തന്നെ ഇപ്രകാരമാണ്: കിം കാരണം ബ്രഹ്മകുദസ്മജാത ജീവാമകേന കൊച്ച സംപ്രതിഷ്ഠ അധിഷ്ഠിതാകേന സുഖേതരേഷു വർത്താമഹേ ബ്രഹ്മവിദോ വ്യവസ്ഥാം. മഹർഷിമാരെ, സമസ്ത ജഗത്തിനും കാരണം ആരാണ്? ബ്രഹ്മമാണോ? നാം എല്ലാവരും ഏതിൽ നിന്നാണ് ഉൽപ്പന്നമായിട്ടുള്ളത്? ആരുടെ പ്രഭാവത്താലാണ് നാം ജീവിച്ചിരിക്കുന്നത്? നമ്മളെല്ലാം ഏതിലാണ് സംപ്രതിഷ്ഠമായിട്ടുള്ളത്? നമ്മുടെ സുഖദുഃഖങ്ങൾ ആരുടെ വ്യവസ്ഥിതി അനുസരിച്ചാണ് ഇരിക്കുന്നത്? ഇങ്ങനെ തുടങ്ങി ഓരോ കാര്യങ്ങൾ ചോദിച്ച് അതിനു പിന്നിലുള്ള ഒരു മഹാകാരണത്തെ തേടുകയാണ് ഉപനിഷത്ത് വാക്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോ പ്രപഞ്ചത്തിനൊരു ദൈവമുണ്ട്, ഒരു നാഥനുണ്ട്, ഒരു സ്രഷ്ടാവുണ്ട് എന്ന പരമമായ യാഥാർത്ഥ്യം വേദഗ്രന്ഥങ്ങളെല്ലാം മുന്നോട്ട് വെക്കുന്നുണ്ടെങ്കിൽ ആരാണ് ആ ദൈവം? എങ്ങനെയുള്ളവനാണ് ആ ദൈവം? നമ്മൾ വിശ്വസിക്കുന്ന പോലെ, നമ്മൾ കണക്ക് കൂട്ടുന്ന പോലെ പരകോടി ദൈവസങ്കല്പമാണോ വേദപ്രമാണങ്ങൾ മുന്നോട്ട് വെച്ചത്? ത്രിമൂർത്തി സങ്കല്പവും ത്രിത്വ സങ്കല്പവും ബഹുദൈവ വിശ്വാസവും ബഹുദൈവാരാധനയുമാണോ വേദപ്രമാണങ്ങൾ മുന്നോട്ട് വെച്ചത്? അല്ല. ഹിന്ദുമതത്തിന്റെ അടിസ്ഥാന പ്രമാണങ്ങൾ പരിശോധിച്ചാലും വിശുദ്ധ ഖുർആനിന്റെയും ഹദീസിന്റെയും വചനങ്ങളിലൂടെ കടന്നു ചെന്നാലും ഏകനായ ഒരു നാഥനെ കുറിച്ച് സംസാരിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയും. വിശുദ്ധ ഖുർആൻ അടിവരയിട്ട് പറയുന്നു, ഖുൽ ഹുവല്ലാഹു അഹദ്. നബിയെ പറയണം, കാര്യം അല്ലാഹു ഏകനാണ്. വിശുദ്ധ ഖുർആനിന്റെ 1/3 എന്നറിയപ്പെടുന്ന ഒരു സൂറത്തിന്റെ ഒരു അധ്യായമുണ്ട്, സൂറത്തുൽ ഇഖ്ലാസ്. അതിന്റെ 1-ാമത്തെ വചനം ആരംഭിക്കുന്നത് തന്നെ അപ്രകാരമാണ്: നബിയെ പറയണം, കാര്യം അല്ലാഹു ഏകനാണ്, രണ്ടാമതൊന്നില്ല, ഏകനാണ് എന്ന് പഠിപ്പിക്കുന്നു. പ്രപഞ്ചത്തിന് രണ്ടാമതായി ഒരു ദൈവമുണ്ടെങ്കിൽ, പ്രപഞ്ചത്തിന് രണ്ട് ദൈവങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ അതിന്റെ അവസ്ഥ എന്താകുമായിരുന്നു?
വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നു 21-ാം അധ്യായം സൂറത്തുൽ അംബിയാഇന്റെ 22-ാമത്തെ വചനത്തിൽ കാണാം, ലൗ കാന ഫീഹിമാ ആലിഹത്തുൻ ഇല്ലല്ലാഹു ലഫസദതാ, ആകാശഭൂമികളിൽ അല്ലാഹു അല്ലാത്ത മറ്റു വല്ല ദൈവങ്ങളും ഉണ്ടായിരുന്നെങ്കിൽ അവ രണ്ടും തകരാറിലാകുമായിരുന്നു എന്ന്. അപ്പൊ പ്രപഞ്ചത്തിനൊരു നാഥനേ ഉള്ളൂ, ഒരു ദൈവമേ ഉള്ളൂ, അവൻ ഏകനാണ് എന്ന് വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങളിലൂടെ കടന്നു ചെല്ലുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ടെങ്കിൽ, വേദവചനങ്ങൾ പ്രാർത്ഥനയുടെ സമുച്ചയമായി കൊണ്ട് പരിചയപ്പെടുത്തുന്ന ഒരു സ്തോത്രമുണ്ട്, മഹാനിർവഹണ സ്തോത്രം. അതിന്റെ 2-ാമത്തെ സ്തോത്രം ആരംഭിക്കുന്നത് തന്നെ ഇപ്രകാരമാണ്: ത്വമേകം ശരണ്യം ത്വമേകം വരണ്യം ത്വമേകം ജഗത് കാരണം വിശ്വരൂപം ത്വമേകം ജഗത് കർത്തൃ പാത്ര പ്രഹർത്തൃ ത്വമേകം പരം നിശ്ചലം നിർവികൽപ്പം. ദൈവം ഏകനാണ്, 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 ഏകനാണ് എന്ന് ആവർത്തിച്ച് അടിവരയിട്ട് പഠിപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ മഹാനിർവഹണ സ്തോത്രം ചെയ്യുന്നത്. അപ്പോ ബഹുദൈവ വിശ്വാസമോ ബഹുദൈവാരാധനയോ പരകോടി ദൈവസങ്കല്പങ്ങളോ 33 ദൈവവിശ്വാസമോ തൃത്വസങ്കല്പമോ ത്രിമൂർത്തി സങ്കല്പമോ അല്ല, മറിച്ച് ഏകനായ ഒരു ദൈവത്തെ ചൂണ്ടിക്കാണിച്ച് ആരാധനകളും പ്രാർത്ഥനകളും ശരണത്തേട്ടവുമെല്ലാം അവനോടായിരിക്കണമെന്നാണ് ഹിന്ദു മതത്തിന്റെ അടിസ്ഥാന പ്രമാണങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. എങ്കിൽ ആരാണ് ആ ദൈവം? നമ്മൾ കണ്ണുകൊണ്ട് കണ്ടാരാധിക്കാൻ കഴിയുന്നതാണോ യഥാർത്ഥത്തിൽ ദൈവം എന്ന് പറയുന്നത്? അല്ല സഹോദരങ്ങളെ, യഥാർത്ഥ ദൈവത്തെ കണ്ണുകൊണ്ട് നമുക്ക് കാണാൻ കഴിയില്ല. നമ്മുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് അവനെ ദർശിക്കുക സാധ്യമല്ല, അസാധ്യമാണ് ആ കാര്യം. വിശുദ്ധ ഖുർആൻ അടിവരയിട്ട് പഠിപ്പിക്കുന്നു, ലാ തുദ്രികുൽ അബ്സാർ വഹുവ യുദ്രികുൽ അബ്സാർ വഹുവൽ ലത്തീഫുൽ ഖബീർ. ഖുർആനിന്റെ 6-ാം അധ്യായം സൂറത്തു അൻആമിന്റെ 103-ാമത്തെ വചനത്തിൽ കാണാം, കണ്ണുകൾ അവനെ കണ്ടെത്തുകയില്ല, അവൻ കണ്ണുകളെ കണ്ടെത്തുകയും ചെയ്യും, അവൻ സൂക്ഷ്മജ്ഞാനിയും അഭിജ്ഞനുമാകുന്നു എന്ന്. അപ്പൊ നമ്മുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് ദൈവം തമ്പുരാനെ കാണുക സാധ്യമല്ല. എന്നാൽ ലോകത്തിന്റെ നാഥൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ അൽ ബസീറാണ്, എല്ലാം കാണുന്നവനാണ്. അവൻ നമ്മളെ സദാസമയവും കണ്ടുകൊണ്ടിരിക്കുന്നു. നഗ്നനേത്രങ്ങൾക്ക് അതീതമാണ് ദൈവം തമ്പുരാൻ എന്ന് വിശുദ്ധ ഖുർആനിൽ അടിവരയിട്ട് പഠിപ്പിക്കുന്നതോടൊപ്പം തന്നെ ഹിന്ദുമതത്തിന്റെ അടിസ്ഥാന പ്രമാണങ്ങൾ പരിശോധിച്ചു നോക്കുമ്പോൾ ദൈവത്തെ കണ്ണുകൾ കൊണ്ട് ദർശിക്കുക സാധ്യമല്ല എന്ന് കൃത്യമായി കൊണ്ട് പഠിപ്പിക്കുന്ന വചനങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, വചനങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. യജുർവേദത്തിന്റെ 40-ാം അധ്യായത്തിന്റെ 8-ാമത്തെ ശ്ലോകവും ശ്വേതശതരോപനിഷത്തിന്റെ 4-ാം അധ്യായത്തിന്റെ 20-ാമത്തെ ശ്ലോകത്തിലും കാണാം, അവന്റെ രൂപം കണ്ണുകൾക്ക് മുന്നിൽ നിൽക്കുന്നില്ല, പ്രകൃതി നേത്രങ്ങൾ കൊണ്ട് അവനെ കണ്ടെത്തുകയും സാധ്യമല്ല എന്ന്. സഹോദരങ്ങളെ, കണ്ണുകൊണ്ട് നമുക്ക് കാണാൻ കഴിയാത്ത ഒരു ദൈവത്തെ എങ്ങനെയാണ് നമുക്ക് രൂപമുണ്ടാക്കാൻ കഴിയുക? നഗ്നനേത്രങ്ങൾക്ക് അതീതമാണ് ദൈവമെന്ന് പഠിപ്പിക്കുന്നു. അപ്പൊ കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്നതല്ല യഥാർത്ഥത്തിൽ ദൈവം. കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്തതും എന്നാൽ ആരാണോ കണ്ണിന് കാഴ്ചശക്തി നൽകിയതും അവനാണ് ദൈവമെന്ന് അടിവരയിട്ട് പഠിപ്പിക്കുകയാണ് കേനോപനിഷത്ത്. കേനോപനിഷത്തിന്റെ പ്രഥമ ഖണ്ഡത്തിലെ 6-7 ശ്ലോകങ്ങളിൽ കാണാം, യച്ചക്ഷുഷാന പശ്യതി യേന ചക്ഷുംഷി പശ്യതി തദേവ ബ്രഹ്മത്വം വിധിനേദം യദിദമുപാസതേ യശ്രോത്രേണ ശൃണോതി യേന ശ്രോത്രമിദം ശ്രുതം തദേവ ബ്രഹ്മത്വം വിധിനേദം യദിദമുപാസതേ. നിന്റെ കണ്ണുകൾ കൊണ്ട് കാണുവാൻ സാധിക്കാത്ത എന്നാൽ നിന്റെ കണ്ണുകൾക്ക് കാഴ്ചശക്തി നൽകിയതും യാതൊന്നാണോ അവനെയാണ് നീ ബ്രഹ്മമെന്ന് അറിയേണ്ടത്. കണ്ണുകൊണ്ട് കണ്ടാരാധിക്കാൻ കഴിയുന്നതൊന്നും തന്നെ ബ്രഹ്മമല്ല. നിന്റെ കാതുകൾ കൊണ്ട് കേൾക്കുവാൻ കഴിയാത്തതും എന്നാൽ നിന്റെ കാതുകൾക്ക് കേൾവിശക്തി നൽകിയതും യാതൊന്നാണോ അവനെയാണ് നീ ബ്രഹ്മമെന്ന് അറിയേണ്ടത്. കാതുകൊണ്ട് കേട്ടാരാധിക്കാൻ കഴിയുന്നതൊന്നും തന്നെ ബ്രഹ്മമല്ല എന്ന്. അപ്പൊ സഹോദരങ്ങളെ, ഞാൻ ആത്മാർത്ഥമായിട്ട് ചോദിക്കട്ടെ, കണ്ണുകൊണ്ട് ദൈവത്തെ കാണാൻ കഴിയില്ല എന്ന് വിശുദ്ധ ഖുർആനും വേദോപനിഷത്തുക്കളും അടിവരയിട്ട് പഠിപ്പിക്കുമ്പോൾ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത ദൈവത്തിന്റെ രൂപമെന്ന് വിചാരിച്ച് നമ്മൾ എങ്ങനെയാണ് ദൈവത്തിന്റെ രൂപത്തെ ഉണ്ടാക്കുക? കാൾ മാർക്സിന്റെയും ലെനിന്റെയും മഹാത്മാഗാന്ധിയുടെയും വിഗ്രഹം നമ്മൾ ഉണ്ടാക്കുന്നത്, രൂപം നമ്മൾ ഉണ്ടാക്കുന്നത് അവർ ചരിത്ര പുരുഷന്മാരാണ്. നമ്മൾ അദ്ദേഹത്തെ അവരെ കണ്ടതുകൊണ്ടാണ്. ദൈവത്തെ നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയില്ലെങ്കിൽ പിന്നെ എന്തടിസ്ഥാനത്തിലാണ് ദൈവത്തിന്റെ രൂപത്തെ മുന്നിൽ കണ്ടുകൊണ്ട് നമുക്ക് ആ രൂപങ്ങൾ അതിന് നൽകാൻ കഴിയുക? സാധ്യമല്ല എന്നാണ് പഠിപ്പിക്കുന്നത്. ദൈവത്തിന് രൂപങ്ങളോ ചിത്രങ്ങളോ വിഗ്രഹങ്ങളോ ഇല്ല. യജുർവേദത്തിന്റെ 32-ാം അധ്യായത്തിന്റെ 3-ാമത്തെ ശ്ലോകത്തിലും ശ്വേതശതരോപനിഷത്തിന്റെ 4-ാം അധ്യായത്തിന്റെ 19-ാമത്തെ ശ്ലോകത്തിലും ആവർത്തിച്ചു വന്ന ഒരു കാര്യമാണ് നതസ്യ പ്രതിമഹസ്തി. അവന് രൂപങ്ങളില്ല, ചിത്രങ്ങളില്ല, പ്രതിരൂപങ്ങളില്ല, ബിംബങ്ങളില്ല എന്ന്. അപ്പൊ രൂപങ്ങളോ ചിത്രങ്ങളോ പ്രതിരൂപങ്ങളോ ബിംബങ്ങളോ ഇല്ലാത്ത ഒരു ദൈവത്തിന് എങ്ങനെ നമുക്ക് രൂപം നൽകാൻ കഴിയും?
അപ്പൊ ദൈവത്തെ സൃഷ്ടിവൽക്കരിക്കുക എന്ന് പറയുന്നത് അസംബന്ധമാണ്. ദൈവത്തെ വിഗ്രഹവൽക്കരിക്കുക എന്ന് പറയുന്നത് അസംബന്ധമാണ്. ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ച് പരിപാലിച്ച് സചേതനവും അചേതനവുമായ സർവ്വ വസ്തുക്കളെയും പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന, നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന അതീശാധികാരിയായ സർവ്വലോക രക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഒരു പ്രത്യേകമായ കോലത്തിലേക്ക് എങ്ങനെ നമുക്ക് ഒതുക്കാൻ കഴിയുന്നു? സഹോദരങ്ങളെ, ആത്മാർത്ഥമായിട്ട് ചിന്തിച്ചു നോക്കുക. ഇപ്പൊ ഒരു ഉദാഹരണം പറയാം. ഞാൻ എൻ്റെ സ്വീകരണ മുറിയിലേക്ക് നിങ്ങളെ എല്ലാവരെയും ക്ഷണിക്കുകയാണെന്ന് വിചാരിക്കുക. എന്നിട്ട് എല്ലാവരെയും ക്ഷണിച്ചു. നിങ്ങൾ എല്ലാവരും എൻ്റെ സ്വീകരണ മുറിയിലേക്ക് വന്നപ്പോൾ ഞാൻ ആ റൂം ഇങ്ങനെ തുറന്നു കാണിച്ചു തരികയാണ്. അപ്പോ അവിടെ ഒരു വലിയ ആൾക്കുരങ്ങിന്റെ ഫോട്ടോ നിങ്ങൾ കാണുന്നു. എന്റെ റൂമില് ഒരു ആൾക്കുരങ്ങിന്റെ ഫോട്ടോ കാണുന്ന നിങ്ങൾ ചോദിക്കുന്നു, ഇതെന്താ ഇവിടെ ഒരു ആൾക്കുരങ്ങിന്റെ ഫോട്ടോ വെച്ചിരിക്കുന്നത്? ഒരു ബന്ധവും ഇല്ലല്ലോ. അപ്പൊ ഞാൻ പറയാണ്, എന്റെ ഉപ്പാനെ ഇടക്കിടക്ക് സ്മരിക്കാൻ, ഓർമ്മിക്കാൻ വേണ്ടി ഞാൻ വെച്ചതാണെന്ന് പറഞ്ഞാൽ അത് തികച്ചും അസംബന്ധമാണ്. തലക്കെന്തോ ഒരു പ്രയാസമുള്ള ആളാണ്, ഒരു പ്രശ്നമുള്ള ആളാണ് ഞാൻ എന്നാണ് നിങ്ങൾ എന്നെ പറ്റി വിചാരിക്കുക. അതുകൊണ്ട് സഹോദരങ്ങളെ, ഞാൻ ആത്മാർത്ഥമായി കൊണ്ട് പറയട്ടെ, പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന ഒരു ദൈവം തമ്പുരാൻ, ഒരു നാഥനെ എങ്ങനെയാണ് കേവലമായ ചില രൂപഭാവങ്ങളിലേക്ക്, കോലങ്ങളിലേക്ക് ഒതുക്കാൻ നമുക്ക് കഴിയുന്നത്? കേവല യുക്തി കൊണ്ട്, ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ പോലും ഉത്തരം ലഭിക്കാത്ത കാര്യമാണത്. അതുകൊണ്ട് ദൈവത്തിന് രൂപങ്ങളോ ചിത്രങ്ങളോ ഇല്ല എന്നാണ് ഹിന്ദു മതത്തിന്റെയും ഇസ്ലാമിന്റെയും അടിസ്ഥാന പ്രമാണങ്ങൾ മുന്നോട്ട് വെക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അങ്ങനെയുള്ള ഒരു നാഥനെ മാത്രമേ സഹോദരങ്ങളെ നമ്മൾ ആരാധിക്കാൻ പാടുള്ളൂ. ആരാണ് നമുക്ക് വെള്ളം നൽകിയത്? ദൈവമാണ്. വായു നൽകിയതും, വസ്ത്രം നൽകിയതും, വാഹനം നൽകിയതും, വീട് നൽകിയതും, സമ്പത്ത് നൽകിയതും, സന്താനങ്ങളെ നൽകിയതും, ഭാര്യയെ നൽകിയതും, മാതാപിതാക്കളെ നൽകിയതും, ഭൂമിയെ ജീവസുറ്റാക്കി തന്നതും, ആകാശത്തെ മേൽപുരിയാക്കി തന്നതും, നമുക്കുള്ള അന്നപാനീയങ്ങൾ ഇവിടെ സംവിധാനിച്ചു തന്നതുമെല്ലാം ദൈവം തമ്പുരാനെങ്കിൽ അതിലൊന്നും ആർക്കും പങ്കില്ലെങ്കിൽ, വായു നൽകിയതിൽ ശ്രീരാമനോ ശ്രീകൃഷ്ണനോ പങ്കില്ലെങ്കിൽ, യേശുക്രിസ്തുവിന് പങ്കില്ലെങ്കിൽ, കന്യാമറിയമിന് പങ്കില്ലെങ്കിൽ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പങ്കില്ലെങ്കിൽ, ഇസ്രാ പ്രവാചകന് പങ്കില്ലെങ്കിൽ, ഇതിൽ നമുക്ക് പങ്കുള്ളത് ആർക്കാണ്? ലോകത്തിന്റെ നാഥനായ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രം. അതുകൊണ്ട് ആരാധനകളും പ്രാർത്ഥനകളും മീഡിയങ്ങളുമെല്ലാം ഏകനായ തമ്പുരാനോട് മാത്രമായിരിക്കണമെന്ന് വിശുദ്ധ ഖുർആൻ അടിവരയിട്ട് പഠിപ്പിക്കുന്നു. ഇവിടെ യേശു ഉള്ളതിന് മുമ്പ് തന്നെ ഇവിടെ ലോകമുണ്ട്. കന്യാമറിയം ഇവിടെ വരുന്നതിന് മുമ്പ് തന്നെ ലോകമുണ്ട്. ശ്രീരാമൻ ഉണ്ടാകുന്നതിന് മുമ്പ് ലോകമുണ്ട്. ശ്രീകൃഷ്ണൻ ഉണ്ടാകുന്നതിന് മുമ്പ് ലോകമുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുമ്പ് ലോകമുണ്ട്. അതുകൊണ്ട് ആരാധിക്കേണ്ടത്, പ്രാർത്ഥിക്കേണ്ടത്, സഹായത്തേട്ടങ്ങൾ നടത്തേണ്ടത്, നേർച്ച വഴിപാടുകളെല്ലാം നടത്തേണ്ടത് ഏകനായ നാഥനോട് മാത്രമായിരിക്കണമെന്നാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത്. ഖുർആനിന്റെ ഈ 2-ാം അധ്യായം സൂറത്തു അൽ ബഖറ 21, 22 വചനങ്ങളിലൂടെ കടന്നു ചെല്ലുമ്പോൾ കാണാം, യാ അയ്യുഹന്നാസ്, ജാതി മതഭേദമന്യേ സർവ്വ മനുഷ്യരെയും അഭിസംബോധന ചെയ്ത് ലോകത്തിന്റെ നാഥൻ സംസാരിക്കുന്നു. യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ഉഅ്ബുദൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ الذي جعل لكم الأرض فراشا والسماء بناء وأنزل من السماء ماء فأخرج به من الثمرات رزقا لكم فلا تجعلوا لله أندادا وأنتم تعلمون. അല്ലയോ മനുഷ്യരെ, നിങ്ങളെയും നിങ്ങളുടെ മുൻഗാമികളെയും സൃഷ്ടിച്ച നിങ്ങളുടെ നാഥനെ മാത്രമേ നിങ്ങൾ ആരാധിക്കാവൂ. നിങ്ങൾ സൂക്ഷ്മത പാലിച്ച് ജീവിക്കാൻ വേണ്ടി എത്രയത്? അല്ലദീ ജഅല ലക്കുമുൽ അർള ഫിറാശ, നമ്മളെയും നമ്മുടെ മുൻഗാമികളെയും സൃഷ്ടിച്ച അല്ലാഹുവിനെ മാത്രം ആരാധിക്കാൻ എന്ത് ന്യായം? എന്താണ് കാരണം? അല്ലദീ ജഅല ലക്കുമുൽ അർള ഫിറാശ, അല്ലാഹുവാണ് നമുക്ക് ഭൂമിയെ വാസയോഗ്യമാക്കി തന്നതും വിരിപ്പാക്കി തന്നതും. വസ്സമാഅ ബിനാഅ, അവൻ മാത്രമാണ് നമുക്ക് ആകാശത്തെ മേൽപുരിയാക്കി തന്നതും. വഅൻസല മിനസ്സമാഇ മാഅ, അവൻ മാത്രമാണ് ആകാശത്തിന്റെ മേഘക്കീറുകളിൽ നിന്ന് നമുക്ക് പേമാരി കുത്തിച്ചൊരിഞ്ഞിറക്കി തന്നതും. ഫഅഖറജ ബിഹി മിനസ്സമറാത്തി റിസ്കൻ ലക്കും, നമുക്ക് കഴിക്കാനുള്ള അന്നപാനീയങ്ങൾ ഇവിടെ നിന്ന് ഉൽപ്പാദിപ്പിച്ചു തന്നത് ആ മഴ മുഖേനയാണ്. അത് നമുക്ക് ചെയ്തു തന്നതും റബ്ബ് സുബ്ഹാനഹു വ തആലയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. ഫലാ തജഅലൂ ലില്ലാഹി അൻദാദൻ വഅൻതും തഅലമൂൻ. അതിനാൽ ഇതെല്ലാം നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തന്ന ലോകത്തിന്റെ നാഥൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിങ്ങൾ അറിഞ്ഞുകൊണ്ട് സമന്മാരെ ഉണ്ടാക്കരുത്. എന്താണ് ദൈവം നമ്മളോട് തിരിച്ചു ചോദിച്ചത്? വായു നൽകിയിട്ട് അതിനുള്ള ക്യാഷ് തിരിച്ചടക്കാൻ പറഞ്ഞോ? ഇല്ല. വെള്ളം നൽകിയിട്ട് അതിനുള്ള ക്യാഷ് തിരിച്ചടക്കാൻ പറഞ്ഞോ? ഇല്ല. എല്ലാ സുഖ സൗകര്യങ്ങളും ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തേക്ക് വന്ന സമയത്ത് നമുക്ക് വേണ്ടി ഇവിടെ സംവിധാനിച്ച് നൽകിയിട്ടുണ്ട്. തിരിച്ചു ചോദിച്ചത് അവനെ ആരാധിക്കുക എന്ന ദൗത്യം മാത്രം. അവനെ മാത്രമേ ആരാധിക്കാവൂ. അവനല്ലാത്ത ഒരു പടപ്പിനെയും, അത് ആരായാലും ശരി, ആരെയായാലും ശരി, നമ്മൾ ആരാധിക്കാൻ പാടില്ല, അവരോട് പ്രാർത്ഥിക്കാൻ പാടില്ല. ഇത് തന്നെയാണ് വേദോപനിഷത്തുകളിലൂടെ കടന്നു ചെല്ലുമ്പോൾ നമുക്ക് കാണാൻ കഴിയുക.
ഋഗ്വേദത്തിന്റെ 10-ാം മണ്ഡലം 121-ാമത്തെ സൂക്തം 1-ാമത്തെ ഋക്കിൽ കാണാം, ഹിരണ്യഗർഭഃ സമവർത്തദാഗ്രേ ബുധസ്യ ജാതഃ പതിരേക ആസിദ് സദാധാര പൃഥിവ്യൂം ദ്യാമുദേമാം കസ്മൈ ദേവായ ഹവിഷാവിദേമാം. ആദിയിൽ ഹിരണ്യഗർഭൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവനാണ് സകല ഭൂവനങ്ങളുടെയും അധീശാധികാരി. അവൻ ഭൂമിയെയും സ്വർഗത്തെയും അതത് സ്ഥാനങ്ങളിൽ സ്ഥാപിച്ചു. അവനിൽ നിന്നാണ് സകല ചരാചരങ്ങളും ഉണ്ടായത്. ലോകം മുഴുവൻ അവന്റെ കൽപ്പനകൾ അനുസരിക്കുന്നു. അതിനാൽ അവന് മാത്രം ഹവിസർപ്പിക്കുക. ആരാധനകളും ഹവിസുകളും മീഡ്യങ്ങളും പ്രാർത്ഥനകളും സഹായത്തേട്ടവും എല്ലാം അർപ്പിക്കേണ്ടത് ലോകത്തിന്റെ നാഥനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് മാത്രമായിരിക്കണമെന്ന് ഋഗ്വേദം അടിവരയിട്ട് പഠിപ്പിക്കുന്നു. തീർന്നില്ല. ശ്വേതശത്രോപനിഷത്തിന്റെ 6-ാം അധ്യായത്തിന്റെ 14-ാമത്തെ ശ്ലോകത്തിലും മുണ്ടകോപനിഷത്തിന്റെ 2-ാം മുണ്ടകത്തിന്റെ 2-ാം അധ്യായത്തിന്റെ 15-ാമത്തെ ശ്ലോകത്തിലും കഠോപനിഷത്തിലെ ദ്വിതീയ വലിയിലെ ദ്വിതീയാധ്യായത്തിലെ 10-ാമത്തെ ശ്ലോകത്തിലും ആവർത്തിച്ചു വന്ന ഒരു കാര്യമുണ്ട്. നതത്ര സൂര്യോപാദിന ചന്ദ്രതാരകം നേമാവിദ്യുതോ ബാന്തികദോ യമഗ്നിഹ തമേവ ബാന്ധം അനുബാധി സർവം തസ്യ ഭാസാ സർവവിധം വിഭാതി. ആ പരബ്രഹ്മത്തിന് മുന്നിൽ സൂര്യനോ ചന്ദ്രനോ നക്ഷത്രങ്ങളോ പ്രകാശിക്കുന്നില്ല. ഇടിമിന്നൽ പോലും അവിടുത്തെ മുമ്പിൽ നിഷ്പ്രഭമാണ്. പിന്നെ ഈ അഗ്നി എവിടെ? സ്വയം പ്രകാശമായ അവിടുത്തെ പ്രകാശത്താലാണ് സർവ്വതും പ്രകാശിക്കുന്നത്. സർവ്വതിന്റെയും പ്രകാശം അവിടുത്തെ പ്രകാശം തന്നെയാണ് എന്ന്. അപ്പൊ സൂര്യന്റെ പ്രഭ കണ്ട്, ചന്ദ്രന്റെ ജ്വാല കണ്ട്, ചന്ദ്രന്റെ വെളിച്ചം കണ്ട്, പ്രതിഫലന പ്രകാശം കണ്ട്, താരങ്ങളുടെ മിന്നിത്തിളക്കം കണ്ട് അതിന്റെ ദേവതകളെയോ അല്ലെങ്കിൽ അതിനെയോ അല്ല ആരാധിക്കേണ്ടത്. മറിച്ച് ആരാണോ സൂര്യന് പ്രഭ കൊടുത്തത്, ആരാണോ ചന്ദ്രന് വെളിച്ചം കൊടുത്തത്, ആരാണോ താരങ്ങൾക്ക് പ്രകാശം നൽകിയത്, അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് 3 ഉപനിഷത്തുകളിലും ആവർത്തിച്ച് പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഏകനായ ആ നാഥനെ മാത്രമേ ആരാധിക്കാവൂ. അവനോടൊരു പടപ്പിനെയും അവന്റെ കൂടെ ഒരു പടപ്പിനെയും ആരാധിക്കാൻ പാടില്ല. അത് കല്ലായാലും വിഗ്രഹമായാലും മരണപ്പെട്ടു പോയ മഹാന്മാരായാലും അമ്പിയാക്കളായാലും ശരി, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയാലും ശരി, ശ്രീരാമനായാലും ശ്രീകൃഷ്ണനായാലും ശരി, യേശുക്രിസ്തു ആയാലും ശരി, പ്രാർത്ഥന അത് അവനോട് മാത്രമായിരിക്കണം, ദൈവത്തിനോട് മാത്രമായിരിക്കണം. അതല്ലാത്ത പടപ്പുകളോട് പ്രാർത്ഥിക്കുന്നത് നരകാഗ്നിയിലേക്ക് ആപതിക്കുന്നതിനുള്ള കുറ്റമാണ്, നമ്മൾ പാപമാണ് ചെയ്യുന്നത് എന്നാണ് വേദങ്ങളും ഉപനിഷത്തുക്കളും എല്ലാം പഠിപ്പിക്കുന്നത്. വിശുദ്ധ ഖുർആൻ അടിവരയിട്ട് പഠിപ്പിക്കുന്നു, അല്ലാഹു അല്ലാത്ത മറ്റാരെങ്കിലോടും നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിച്ചാൽ അത് വലിയ പാതകമാണ്, സ്വർഗം വരെ നിങ്ങൾക്ക് നിഷിദ്ധമാകുന്ന പ്രവർത്തനമാണ് എന്ന്. ഖുർആനിന്റെ 5-ാം അധ്യായം സൂറത്ത് മാഇദ 72-ാമത്തെ വചനത്തിൽ കാണാം, ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹ് ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന വമഅവാഹുൻ നാർ വമാ ലിദ്ദാലിമീന മിൻ അൻസാർ. അപ്രകാരം റബ്ബിൽ ആരെങ്കിലും അല്ലാഹുവിൽ ആരെങ്കിലും പങ്കു ചേർത്താൽ അല്ലാഹു അവന് സ്വർഗം നിഷിദ്ധമാക്കും, നരകം അവന് ശാശ്വതമാക്കും, അക്രമികൾക്ക് പരലോകത്ത് സഹായികളായിക്കൊണ്ട് ആരും തന്നെ ഉണ്ടാവുകയില്ല എന്ന്. അപ്പൊ ആരാധനകൾ, പ്രാർത്ഥനകൾ, സഹായത്തേട്ടം, നേർച്ചകളും വഴിപാടുകളും അത് ഏകനായ ദൈവത്തോട് മാത്രമായിരിക്കണം. അതല്ലാത്ത പടപ്പുകളോട് ചെയ്യുന്നത് പങ്കു ചേർക്കലാണ്, ഷിർക്കാണ്. അങ്ങനെ സംഭവിച്ചാൽ അത് നരകത്തിലേക്ക് ആപതിക്കുന്ന പ്രവർത്തനമാണ് എന്ന് ഉപനിഷത്തുകളിലും വേദസംഹിതകളിലും നമുക്ക് കാണാം. യജുർവേദത്തിന്റെ 40-ാം അധ്യായത്തിന്റെ 9-ാമത്തെ ശ്ലോകത്തിലും ഈശാവാസ്യോപനിഷത്തിന്റെ 12-ാമത്തെ ശ്ലോകത്തിലും ആവർത്തിച്ചു വന്ന ഒരു വചനമാണ്, അന്തം തമഹ പ്രവിശന്തിയേ സംഭൂതിമുപാസതേ തദോപൂയ ഇവതേ തമോയ ഉസംഭൂതിയാമൃതഃ. നശ്വരങ്ങളായ ദേവ പിതൃമാനവാദികളെ ഉപാസിക്കുന്നവർ അജ്ഞാനമാകുന്ന ഘോരാന്ധകാരത്തിൽ പതിക്കുന്നു. അവിനാശിയായ പരമാത്മാവിനെ കുറിച്ച് മിഥ്യാഭിമാനത്തോടു കൂടിയായിരിക്കുന്നവരും ഘോരാന്ധകാരത്തിൽ പതിക്കുന്നു എന്ന്. സഹോദരങ്ങളെ, ഈ രൂപത്തിലുള്ള ഏകദൈവ വിശ്വാസവുമായി ബന്ധപ്പെട്ട വചനങ്ങളെയും വിഗ്രഹാരാധന നടത്തുന്നത് പാതകമാണെന്ന് പഠിപ്പിക്കുന്ന യജുർവേദത്തിലെയും ഈശാവാസ്യോപനിഷത്തിന്റെ ശ്ലോകത്തെയും എടുത്തുദ്ധരിച്ചുകൊണ്ട് പ്രഗൽഭ വേദപണ്ഡിതനായ സ്വാമി ദയാനന്ദ സരസ്വതി അദ്ദേഹത്തിന്റെ വേദവ്യാഖ്യാന ഗ്രന്ഥമായ സത്യാർത്ഥ പ്രകാശത്തിന്റെ 7-ാമത്തെ സമുല്ലാസത്തിൽ വിഗ്രഹാരാധന വേദപ്രമാണങ്ങൾക്ക് വിരുദ്ധമാണ് എന്ന് സ്ഥാപിക്കുന്നുണ്ട്. ഇത് ഞാൻ ചെയ്തതല്ല, മഹർഷി സ്വാമി ദയാനന്ദ സരസ്വതിയുടെ പ്രവർത്തനമാണ്. അദ്ദേഹം വിഗ്രഹാരാധന വേദപ്രമാണങ്ങൾക്ക് വിരുദ്ധമാണ് എന്ന് വേദവചനങ്ങൾ ഉദ്ധരിച്ച് സ്ഥാപിച്ചിട്ടുണ്ട്. ഹൈന്ദവ പണ്ഡിതന്മാരിൽ നിന്ന് തന്നെ വിഗ്രഹാരാധനയെ ഗണ്ണിച്ചുകൊണ്ട് ഗ്രന്ഥങ്ങൾ എഴുതപ്പെട്ടിട്ടുണ്ട്. ശിവയോഗിയുടെ വിഗ്രഹാരാധന ഗണ്ണനം എന്ന് പറയുന്ന ഒരു പുസ്തകം തന്നെ മലയാളത്തിൽ നമുക്ക് ഉപലബ്ധമാണ്. അപ്പൊ സഹോദരങ്ങളെ, ഞാൻ പറയുന്നത് ആരാധിക്കേണ്ടതും പ്രാർത്ഥിക്കേണ്ടതും ഏകനായ ദൈവത്തോടായിരിക്കണം. എന്നാൽ ഇന്ന് ഹൈന്ദവ സമൂഹത്തിലായാലും മുസ്ലിം സമൂഹത്തിലായാലും ഏകനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ആരാധിക്കുന്നതിന് പകരം
മരണപ്പെട്ടു പോയ മഹാന്മാരെ മറ്റുള്ള അമ്പിയാക്കളെ മുർസലുകൾ ആരാധിക്കുന്ന പ്രവർത്തനങ്ങളിലേക്കും അതുപോലെ തന്നെ വിഗ്രഹങ്ങൾ ആരാധിക്കുന്നതിലേക്കും മഹാന്മാരെയും പുണ്യപുഷ്പങ്ങളെയും ആരാധിക്കുന്നതിലേക്കും സമൂഹം മാറിപ്പോയിട്ടുണ്ടെങ്കിൽ വേദഗ്രന്ഥങ്ങൾ പഠിപ്പിക്കുന്നത് ദൈവത്തെക്കുറിച്ച് പഠിപ്പിച്ചത് അവൻ ഏകനാണ് എന്നും ആരാധനകളും പ്രാർത്ഥനകളും അവനോട് മാത്രമായിരിക്കണമെന്നുള്ള അടിസ്ഥാനപരമായ വിഷയങ്ങളാണ്. അതുകൊണ്ട് അവസാനിപ്പിക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത്, സഹോദരങ്ങളെ, മരണാനന്തരം ഒരു ലോകമുണ്ട്. ഇത് മാത്രമല്ല ലോകം, ഇത് മരണാനന്തര ലോകത്തിലേക്കുള്ള ഒരു ടെസ്റ്റ് മാത്രമാണ് ഈ ദുനിയവിയായ ലോകം എന്ന് പറയുന്നത്. മരണാനന്തരം ഒരു ലോകത്ത് നമുക്ക് രക്ഷപ്പെടണം. ഇവിടെ കൂടിയ പോലെ തന്നെ നാളെ ദൈവം തമ്പുരാൻ അവന്റെ സച്ചരിതരായ അടിമകൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ള സ്വർഗ്ഗലോകത്തിൽ ഒന്നടങ്കം നമുക്ക് ഒരുമിച്ച് കൂടണം. അതിനെന്ത് ചെയ്യണം? അവനെ മാത്രം ആരാധിക്കണം. അവനോടുള്ള ആരാധനയിൽ പ്രാർത്ഥനയിൽ ഒന്നിനെയും പങ്കുചേർക്കാതിരിക്കണം. യഥാർത്ഥ ദൈവവിശ്വാസത്തെ വേദപ്രമാണങ്ങളിൽ നിന്ന് നമ്മൾ പഠിക്കണം. എന്നിട്ട് അത് നമ്മൾ അവലംബിച്ച് ജീവിക്കണം. അങ്ങനെ സച്ചരിതരായ അടിമകളായി മാറണം. അപ്പോൾ മാത്രമാണ് മോക്ഷത്തിന്റെ വഴി നമുക്ക് കരസ്ഥമാക്കാൻ കഴിയുക. ഈ സംസാരം കേട്ട് നമ്മൾ പിരിഞ്ഞു പോകുമ്പോൾ, നമ്മൾ വീട്ടിലേക്ക് മടങ്ങി ഉറങ്ങുന്നതിന് മുമ്പ്, നമ്മുടെ കിടക്കപ്പായിലേക്ക് തലചായ്ച്ച് കിടക്കുന്നതിന് മുമ്പ് ഒരു തവണയെങ്കിലും ആത്മാർത്ഥമായിക്കൊണ്ട് ഹൃദയത്തിൽ തട്ടി ആത്മാർത്ഥമായിക്കൊണ്ട് ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കണം. ദൈവമേ, ഈ പറയപ്പെട്ട കാര്യങ്ങളാണ് സത്യമെങ്കിൽ, ദൈവമേ നീ ഏകനാണ് എന്നും നിന്നെ മാത്രമേ ആരാധിക്കാവാൻ പാടുള്ളൂ എന്നും വിഗ്രഹാരാധനയും ബഹുദൈവ വിശ്വാസവുമെല്ലാം അത് വലിയ പാതകമാണ് എന്നും നരകത്തിലേക്ക് ആപതിക്കുന്ന പ്രവർത്തനങ്ങളാണ് എന്നും കേട്ട കാര്യങ്ങളെല്ലാം അത് സത്യമാണെങ്കിൽ ആ സത്യത്തിന്റെ മാർഗം ഉൾക്കൊള്ളാനുള്ള ഒരു മനസ്സ്, ഒരു വഴി നീ എന്റെ മുമ്പിൽ കൊണ്ടുവന്ന് കാണിച്ചു തരണമേ എന്ന് ആത്മാർത്ഥമായി ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ റഹ്മാനും റഹീമുമായ കാരുണ്യവാനും കരുണാവാരിധിയുമായ ദൈവം തമ്പുരാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമകൾ എന്നോണം നമ്മളെ കൈവടിയുകയില്ല സഹോദരങ്ങളെ. അതുകൊണ്ട് ആത്മാർത്ഥമായി ഹൃദയത്തിന്റെ അന്തരാളങ്ങളിൽ നിന്ന് തേട്ടമുയരണം, പ്രാർത്ഥനയുയരണം. ദൈവം തമ്പുരാൻ നമുക്ക് സത്യത്തിന്റെ വഴി കാണിച്ചു തരും. അങ്ങനെ സത്യത്തിന്റെ വഴി തേടിപ്പിടിക്കാനുള്ള അപാരമായ തൗഫീക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവസാനിപ്പിക്കുമ്പോൾ ഈ വിഷയത്തെ, ദൈവസങ്കല്പം ഹിന്ദുമതത്തിലും ഇസ്ലാമിലും എന്ന വിഷയത്തെ ഒരു തുടർന്ന പഠനത്തിന് വേണ്ടിയിട്ടും പരന്ന വായനയ്ക്കും വേണ്ടി നിങ്ങൾക്ക് മുമ്പിൽ സമർപ്പിക്കുകയാണ്. വിശുദ്ധ ഖുർആനിന്റെ ഒരു വചനം കൂടിയാണ് ഓതി കേൾപ്പിച്ചിട്ട് എനിക്ക് അവസാനിപ്പിക്കാനുള്ളത്. ഖുർആനിന്റെ 22-ാം അധ്യായം സൂറത്ത് ഹജ്ജിന്റെ 73-ാമത്തെ വചനം, യാ അയ്യുഹന്നാസ് ദുരിബ മസലുൻ ഫസ്തമിഉ ലഹു ഇന്നല്ലദീന തദ്ഊന മിൻ ദൂനില്ലാഹി ലൻ യഖ്ലുഖു ദുബാബൻ വല ബിജ്തമഉ ലഹു വഇൻ യസ്ലബുഹും ദുബാബു ശൈഅൻ ലാ യസ്തൻകിദൂഹു മിൻഹു ദുഅഫത് ത്വാലിബു വൽ മത്ലൂബ്. ജനങ്ങളെ മുഴുവൻ അഭിസംബോധന ചെയ്തിട്ട് ഹൈന്ദവനെന്നോ ക്രൈസ്തവനെന്നോ ബൗദ്ധനെന്നോ അതുപോലെ തന്നെ മുസ്ലിമെന്നോ ജാതിമത ഭേദമന്യേ എല്ലാവരെയും അഭിസംബോധന ചെയ്ത് ലോകത്തിന്റെ നാഥൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ദുരിബ മസലുൻ, ഒരു ഉദാഹരണം ഇതാ നിങ്ങൾക്ക് വിവരിക്കപ്പെടുന്നു. ഫസ്തമിഉ ലഹു, നിങ്ങളത് ശ്രദ്ധിച്ചു കേൾക്കണം. ഇന്നല്ലദീന തദ്ഊന മിൻ ദൂനില്ലാഹ്, അല്ലാഹുവിന് പുറമെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകൾ, അതാരായിക്കോട്ടെ, മരണപ്പെട്ടു പോയ മഹാന്മാരായിക്കോട്ടെ, അമ്പിയാക്കളായിക്കോട്ടെ, അതുപോലെ തന്നെ വിഗ്രഹങ്ങളായിക്കോട്ടെ, പുണ്യപുഷ്പങ്ങളായിക്കോട്ടെ, പുണ്യാത്മാക്കളായിക്കോട്ടെ, ആരായിക്കോട്ടെ, അല്ലാഹുവിന് പുറമെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകൾ, വല്ലദീന തദ്ഊന മിൻ ദൂനില്ലാഹി ലൻ യഖ്ലുഖു ദുബാബൻ, അവർക്കൊരു ഈച്ചയെ പോലും പടക്കാൻ, സ്വന്തമായിട്ടൊരു ഈച്ചയെ പോലും പടക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല. വല ബിജ്തമഉ ലഹു, ഇനി ഈച്ചയെ പടക്കാൻ വേണ്ടി അവരെല്ലാം ഒരുമിച്ച് കൂടിയാൽ പോലും അവർക്കത് സാധ്യമല്ല. വഇൻ യസ്ലബുഹും ദുബാബു ശൈഅൻ, ഇനി ഈച്ച അവരിൽ നിന്ന് വല്ലതും തട്ടിയെടുത്താൽ ലാ യസ്തൻകിദൂഹു മിൻഹു, ആ ഈച്ചയിൽ നിന്ന് തിരിച്ചു പിടിക്കാൻ പോലും അവർക്ക് സാധ്യമല്ല. അത്രയും ദുർബലരാണ് മനുഷ്യർ. ദൈവത്തെ വിട്ട് വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകളുണ്ടല്ലോ, അവർ അത്രയും ദുർബലരാണ് എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. എന്നിട്ട് അല്ലാഹ് പറയാണ്, ദുഅഫത് ത്വാലിബു വൽ മത്ലൂബ്, അപേക്ഷിക്കുന്നവരും അപേക്ഷിക്കപ്പെടുന്നവരും ദുർബലർ തന്നെയാണ് എന്ന്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഏകനായ അല്ലാഹുവിനെ മാത്രം ആരാധിച്ച് സത്യത്തിന്റെ വഴി തേടിപ്പിടിക്കാനുള്ള ഭാരമായ തൗഫീക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.